ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മാനസാന്തരത്തിന് എന്താ പറയുന്നത്? യോജിച്ച ഫലങ്ങളുണ്ട്, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫലങ്ങൾ. അപ്പോൾ അതിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുമ്പോൾ ഈ ഞെരിഞ്ഞിൽ നിന്ന് അതിൻ്റെ യോജിച്ച ഫലം എന്താണ്? അത്തിപ്പഴമാണ്. മുൾച്ചെടിയിൽ നിന്ന് എന്താണ് അവിടെ പറയണത്? മുന്തിരിപ്പഴമാണ്. അത് മാനസാന്തരത്തിന് യോജിച്ചതാണ്. അല്ലാത്ത രീതിയിൽ മൃഗങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടി കൂടിയ നിലവാരമുള്ള സുവിശേഷ വിഹിതമായ പെരുമാറ്റ ബിഹേവിയർ പാറ്റേൺ, അതാണ് ഈ ലക്ഷ്മി കൈവരിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ അടുത്ത് എന്താ അമ്മ വരികയും പോവുകയും സംസാരിക്കുമ്പോൾ കേൾക്കുകയും വന്ന് കാര്യങ്ങൾ ടച്ച് ചെയ്യുകയും ദൈവത്തിന് ഇങ്ങനെ ചെയ്യുന്നതിലൊരു ഒരു കുഴപ്പമില്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. എന്നോട് നിങ്ങൾ ചോദിക്കണം, അച്ഛ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ നിങ്ങളെപ്പോലെ പറയത്തില്ല ജപ്തിനോട് മാറാനാ കല്യാണം നടക്കാനാണെന്ന് ഞാൻ പറയത്തില്ല. എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ദൈവത്തിൻ്റെ ആളാകാൻ. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആളാകാനാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ ആളാകാൻ, മാനസാന്തരത്തിന് ഫലപ്രയോഗിക്കാൻ, ദൈവമായിട്ട് നിത്യസംസർഗത്തിലാകാൻ എന്റെ ഉടമ്പടിയെ, അതിന്റെ പെരുമാറ്റ രീതികളെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ചു നേരം നമുക്ക് രോഗ സൗഖ്യ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ജോമൾ സിസ്റ്ററും അതുപോലെ ജേഷ്മ അമ്പിളിയൊക്കെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 7 മിനിറ്റാണ് സമർപ്പണ പ്രാർത്ഥന. ഒരു മനുഷ്യൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതും ഉടമ്പടി ധ്യാനം കൂടാൻ വരുമ്പോഴെല്ലാം അവർക്കൊരു കണ്ണുനീരുണ്ട്. അവിടെ കാല് ഇടറിപ്പോകുന്നുണ്ട്. അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ അഭയം പ്രാപിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഇവിടുന്ന് ഒരു കുഞ്ഞു പോലും അനുഗ്രഹം കിട്ടാതെ പോകരുത് എന്നാണ് ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും അപേക്ഷിക്കുന്നത്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ദേവപിതാവേ നന്ദി. ആരാധിച്ചിടുന്നു
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരിൽ കയറ്റിയതിന്. ഞാനൊരു ഹിന്ദുവാണ്, പാലക്കാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മണിമാല. ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 24-ാം തീയതി. എൻ്റെ മകനെ സൗഖ്യം കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അവന് വയറ്റിലൊരു മുളയുണ്ടായി. അതിന് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഉപ്പും തൈലവും പുരട്ടിയാൽ ശരിയാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു ചെക്കൻ സീരിയസാണ്, മരിക്കാനാകുന്നു. 2 മണിക്കൂർ സമയം തന്നു അവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ 200 രൂപയെ മാത്രമേ ഉള്ളൂ. തൈലമുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എന്താ ചെയ്യാമെന്നറിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണമെന്ന് അവർ പറഞ്ഞത് മരിച്ചു പോകും, ചെക്കൻ ആദ്യമായിട്ടൊന്ന് കണ്ടോളിന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് തൈലം വയറ്റിൽ പുരട്ടിയിട്ട് മാതാവേ
ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിശ്വാസം പൂർണ്ണമായി നിന്നും മാത്രമേ ഉള്ളൂ. ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തൈലം അവൻ്റെ വയറ്റിൽ ഞാൻ പുരട്ടുന്നു. അവൻ്റെ ജീവൻ നീ തിരിച്ചു തന്നാൽ ഞാൻ ഈ ആൾത്താരിൽ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൻ ആ തൈലം പുരട്ടി. അവൻ അതിൻ്റെ ഉള്ളിൽ ആ തൈലം പുരട്ടിന് മുമ്പിൽ തന്നെ അവർ പത്രങ്ങളും ഇതൊക്കെ എൻ്റെ ആധാർ കാർഡ് ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവർ ഇത് വെച്ചാൽ മാത്രമേ അവനെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടി, എനിക്ക് വിശ്വാസമായി. പക്ഷേ ഇതിൽ സീല് വെച്ച് തന്നാലേ ചെക്കനെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതും അങ്ങനെ ഇരിക്കുമ്പോൾ, മാതാവേ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ എങ്ങനെ ഇത് പോയി കാണിക്കുക? ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് ആരും അറിയില്ല. മാതാവേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ആ ബുക്ക് നേരത്തെ എൻ്റെ അനിയൻ കൊണ്ടുപോയപ്പോൾ അവർ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ അപ്പോൾ കണ്ണീര് വിട്ട് കരഞ്ഞിട്ട് അവിടെ മുട്ടുകുത്തി ആ തൈലത്തിന് അതിൻ്റെ മേളിൽ പുരട്ടിയിട്ട്, നീയാണ് അവനെ രക്ഷിക്കണത്, ഓപ്പറേഷൻ അല്ല, പക്ഷേ ഇത് അവർ സീല് വെച്ച് തന്നാലേ എൻ്റെ മകനെ അവർ നോക്കുമെന്ന് പറഞ്ഞു. ആ സീല് വെക്കാൻ ഒരമ്മ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ വേഗം അത് വാങ്ങി അതിൽ സീല് വെച്ചു. മോളെ സന്തോഷമല്ലേ, പോന്ന് പറഞ്ഞു. അവരെനിക്ക് ആരുന്നേ അറിയില്ല. എനിക്ക് ഒരുപാട് അത്ഭുതമായി. അവൻ്റെ ജീവൻ എൻ്റെ കൈക്ക് തന്നു, മാതാവ് തന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഉള്ളിൽ പോയി അവന് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവൻ നല്ല പൂർണ്ണമായി നല്ലൊരു കുട്ടിയായി അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇത് 1ാമത്തെ സാക്ഷിയാണ് എനിക്ക്. 2ാമത് ഉടമ്പടി എടുത്തിട്ട് പോയി. എൻ്റെ മകൾ ഒരു 6 മാസമായിട്ട് 1 കൊല്ലത്തോളം പീരീഡ് ആകണില്ല. ഡോക്ടറോട് ഞാൻ കൊണ്ടുപോയില്ല. ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയിട്ട് മാതാവിനോട് നിയോഗം വെച്ചിട്ട് പോയി. അമ്മ മാതാവേ, ഈ തൈലം ഞാൻ പുരട്ടാ, അവൾക്കത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. പക്ഷേ പോയി 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവളുടെ പീരീഡ് ആയി. ഇത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തത് ഡിഗ്രി കഴിഞ്ഞിട്ട് 2 കൊല്ലം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് പഠിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല മാതാവേ, അവൾക്കൊരു സീറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞു. 3ാമത്തെ മാസം എല്ലാവരും പഠിക്കാൻ പോയി. അവൾക്ക് സീറ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കാനും ആൾക്കാരെ നോക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് സീറ്റ് വന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഞാൻ എല്ലാവരും ക്ലോസായി, അമ്മ ഇനി ഈ കൊല്ലം നമുക്ക് സീറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഒത്തിരി കരഞ്ഞിട്ട് മാതാവ്, ഈ കൊല്ലം പോയാൽ അവളുടെ എല്ലാം പോയി, ഉടമ്പടിയല്ലേ അമ്മ എനിക്ക് എല്ലാം ഉള്ളത്, എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ലല്ലോ, എൻ്റെ മാതാവ് എൻ്റെ കുട്ടിക്ക് ഒരു സീറ്റ് തരില്ലേ അമ്മ, ഞാനില്ലാത്തവളല്ലേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അമ്മ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരഞ്ഞ അറിയില്ല, 18-ാം തീയതി എല്ലാം ക്ലോസ് ആക്കി. ഏത് കോളേജുകളിൽ സീറ്റ് കിട്ടില്ല, എല്ലാവരും അടച്ചു കഴിഞ്ഞു. 3 മാസത്തിൽ കൂടുതലും ആയി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇനി കിട്ടത്തില്ല എവിടെയും പറഞ്ഞു. അപ്പം 2 കൊല്ലം വീട്ടിലിരിക്കുകയാണ് അവൾ. അതുവരെ ഏതൊരു ഇതും വന്നിട്ടില്ല. 18-ാം തീയതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരണം എനിക്കെന്ന് പറഞ്ഞു. 15-ാം തീയതി 10 കോളേജുകളിലിരുന്ന് അവൾക്ക് എല്ലാവരും മെസ്സേജുകൾ അയക്കുകയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ഇടണമെന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് വന്നത് അമ്മ മാതാവിൻ്റെ ഈ അടുത്തുള്ള കോളേജ്, ഗവൺമെൻറ് കോളേജാണ് അവൾക്ക് കിട്ടി. ഇന്ന് അവൾ 2ാമത്തെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തത്, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ 10 കൊല്ലമായി താമസം വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചത്. ഉടമ്പടി എടുക്കണ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തു പോയി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മനെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാത്തതല്ല. ഉടമ്പടിയിലാണോ ജീവിക്കുന്നത്, ഉടമ്പടിയാണോ നിൻ്റെ ജീവിതം, നീ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയത്, എങ്ങനെയാണ് പോയത്, അവർക്ക് വേറൊന്നും വാക്കുകളില്ല. മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചങ്കു പൊട്ടി. മാതാവേ, എനിക്ക് ഈ സ്ഥലം വേണ്ട, എന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ തമിഴ്നാടിലുള്ള ഒരു ബാർഡറിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എനിക്ക് പറഞ്ഞ്. അതെനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ കേരളത്തിലുള്ളവൾ, അവിടെ പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ ആ സ്ഥലം അന്വേഷിച്ച് പോയി. അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ആദ്യം പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് അവിടെ കിട്ടി. ഇരുന്ന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടെ ആത്മഹത്യ ചെയ്ത വീടാണെന്ന്. പക്ഷേ അമ്മ മാതാവ് എന്നെ 1 കൊല്ലം അവിടെ ഇരിപ്പിച്ച് പിന്നെ വീണ്ടും പറഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഈ സ്ഥലം വിട്ട് നീ മാറിക്കോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തിലിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ
എനിക്ക് വണ്ടിയില്ല, കുറച്ച് 4 മൈൽ ദൂരം നടക്കണം. മാതാവേ, എനിക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല, വണ്ടി വാങ്ങാനുള്ള പൈസയില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയിലൂടെ 5:30 മണിക്ക് എണിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം അത് ഞാൻ അത്യാഗ്രഹമാണ് അതൊക്കെ ചോദിക്കണതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അമ്മനോടല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു 3 മാസം പോലും ആയിട്ടില്ല. അത് എങ്ങനെയൊക്കെയോ പോയി ആ വണ്ടി ഞാൻ എടുത്തു. വണ്ടി ഓടിക്കാനറിയില്ല. എടുത്ത ദിവസം തന്നെ അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഓടിക്കുമോയെന്ന്. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞ് തൈലം പുരട്ടിയിട്ട് ഉപ്പ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ, മാതാവേ എനിക്കറിയില്ല അമ്മേ, എൻ്റെ വണ്ടി നീ തന്നെ എനിക്ക് പഠിപ്പിച്ച് തരണമെന്ന് ഓടിച്ചു. ഇന്ന് ഹൈവേയിൽ നല്ല രീതിക്ക് ഓടിക്കുന്നു. ഇതുവരെ ഒരു ആക്സിഡൻ്റോ വീഴലോ ഒന്നുമില്ല. നല്ല രീതിക്ക് ഓടിച്ചും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൂടെയുണ്ട്. എൻ്റെ മോനെ ചെക്കന്മാരെ കൂടെ ഒക്കെ കൂടി കിടക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അതിനെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഒരു നല്ല കുട്ടിയായി അമ്മ മാതാവ് അവനെനിക്ക് മാറ്റിത്തന്നു. എല്ലാ ഇതിൽ നിന്നും മാറ്റി നല്ലൊരു കുട്ടിയായിട്ട് ഈ ആൾത്താരിൽ കൊണ്ടുവന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ 10 കൊല്ലമായിട്ട് ആദ്യമായി ഞാൻ മാപ്പ് ചോദിക്കണു. 10 കൊല്ലമായിട്ട് വെറ്റില അടക്ക പുകയില ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെക്കൊണ്ട് മറക്കാനേ പറ്റില്ലായിരുന്നു. ഈ കൊറോണ സമയത്ത് എങ്ങനെയോ പഠിച്ചതാണ്, എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അതൊന്നും ഒരു വലിയ കാര്യമല്ല, ഞാൻ ഒരു തെറ്റിലേക്കും പോകണില്ല, ഇത് മാത്രമല്ലേ ഞാൻ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ 6 മണി സമയത്ത് എന്നോട് എൻ്റെ ചെവിയിൽ പറയാണ്, നിൻ്റെ മകൻ നന്നാകുകയാണെങ്കിൽ നീ ഈ ദുഷ്ടശീലങ്ങളൊക്കെ ഉണ്ടായാൽ അവൻ എങ്ങനെ നന്നാകുമെന്ന് എനിക്ക് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എണിച്ചിട്ട് ഇതെന്താ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയണോ? അല്ലല്ല, അത് നമുക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു. രാവിലെ എണിച്ചപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മേൻ്റെ കയ്യിൽ തന്നെ ഇതൊക്കെ ഇട്ടാൽ മകൻ എങ്ങനെ നന്നാകുമെന്ന്. അപ്പം സത്യമാണ്, അമ്മ മാതാവാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമായി. അന്ന് വൈകുന്നേരത്ത് ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കറിയാതെ തന്നെ എൻ്റെ നാവിൽ ഒരു തരിതരിപ്പുണ്ടായിരുന്നു. പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിയ പോലെ, മാതാവേ, സഞ്ചാരി മാതാവല്ലേ, അമ്മേൻ്റെ അടുത്തല്ലേ ഞാൻ ഈ പ്രാർത്ഥിക്കണ്, എനിക്കെന്തുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല? ദൈവമാതാവേ, നിൻ്റെ ശക്തിയിലാൽ ഇനി ഈ നാവിൽ ഞാൻ ചത്തുപോയാലും ഇത് ഞാൻ തൊടാൻ പാടില്ല പറഞ്ഞു. അന്ന് തൊട്ട് ഇതുവരെ എനിക്കതിനെ കാണുമ്പോഴും കണ്ട് അതിന് ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഇട്ടിട്ടുമില്ല. പേഷണ പ്രവർത്തനമായി റോഡ് സൈഡിലുള്ളവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഒന്നുമില്ലാത്തവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ റോഡ് സൈഡിലുള്ളവരും പള്ളിയിലും പിന്നെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർക്കും എന്നെ എവിടെ ഞാൻ കാണണോ അവർക്കൊക്കെ ഞാൻ പത്രം പെട്ടെന്ന് എടുത്ത് കൊടുക്കില്ല. അവരോട് ചോദിക്കും, ഇങ്ങനെയാണ് കൃപാസനം അവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇങ്ങനെ ആയത്, ആ അമ്മനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, കുറച്ച് ആ തൈലം ഒന്ന് പുരട്ടിത്താ മോളെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു ഏട്ടന് കാലിൽ പുരട്ടിയപ്പോൾ 3 മാസമായി എണിക്കാൻ പറ്റാത്തിരുന്ന അവർക്ക് സുഖപ്പെട്ടു. അവർ പറഞ്ഞു, ഇത് നല്ല സ്ഥലമാണ്, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അവരിവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. എൻ്റെ പേര് ജെസ്സി സോജാൻ, കണ്ണൂർ ജില്ലയിൽ വായട്ടുറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 12/9/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത്. ഞങ്ങൾ വെള്ളത്തിന് വേനലായി കഴിയുമ്പോൾ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴൽക്കിണർ അടിക്കാമെന്ന് തീരുമാനിക്കുകയും കുഴൽക്കിണറിന് സ്ഥാനം കാണുകയും സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ പറഞ്ഞു 260 മേളിലേക്ക് വെള്ളം നോക്കിയാൽ മതി, വെള്ളം സംശയമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞെങ്കിലും വെള്ളം അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുഴൽക്കിണർ അടിക്കാൻ തുടങ്ങി. 80 അടിയിൽ വെള്ളം കണ്ടു. അപ്പോൾ ഇത് അടിക്കാൻ വന്ന സമയം മുതൽ തിരി കത്തിച്ച് വെച്ച് ഞാനും അമ്മയും കൊന്ത ചെല്ലുകയായിരുന്നു. കൊന്ത ചെല്ലി 4ാമത്തെ കൊന്ത തീർന്നപ്പോഴേക്കും ആണ് ഈ 80 അടിയിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടായി കയറി വരുന്നത്. അപ്പോൾ ആ വെള്ളം കണ്ടതല്ലേ ഉള്ളൂ, വെള്ളം നന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ലതായിട്ട് ചീറ്റി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു.
എന്നാലും അവർ ചോദിച്ചു ഇനി അടിച്ചും കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അതടിച്ച് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇനി അടിക്കണ്ടെന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു വെള്ളം ഇനി ഒരിക്കലും പറ്റരുത്, അതിനു വേണ്ടി അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 130 അടി ആയപ്പോഴേക്കും നിലയ്ക്കാത്ത വെള്ളം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അടിക്കാൻ പറ്റത്തില്ല ചേട്ടാ, ഈ നാട്ടിലെ വെള്ളം മുഴുവൻ പറ്റിയാലും നിങ്ങളുടെ വെള്ളം പറ്റില്ല എന്ന്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 25 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് 50 mgയുടെയാണ്. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും 50 പോയി, 75 പോയി, 100 പോയി, 150 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൈറോയിഡിനൊരു മാറ്റവും ഇല്ലായിരുന്നു. കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുളിക കഴിച്ചാലും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരിക്കൽ ഡോക്ടറെ എല്ലാ മാസവും പോയി മിക്കപ്പോഴും തന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 mg വലിപ്പത്തിൽ ഒരു മുഴയുണ്ട്, ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് മംഗലാപുരത്തൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോകാം, നമുക്ക് ഇന്ന ഡേറ്റിൽ 7 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടെ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ റെഡിയായി നിങ്ങൾ വന്നേര് എന്ന് പറഞ്ഞാൽ വിട്ടെ. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1.5 മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്നത്. അപ്പോൾ അന്നേരം ഒരു ഗുളിക കണ്ടിന്യൂ ചെയ്യും, നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ 17 ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 17 ദിവസം ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല. ഞാൻ ഗുളിക നിർത്തി എന്നുള്ളത് മക്കളോടും പറഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിയോടും ഞാൻ പറഞ്ഞിരുന്നില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ നിർത്തുക ചെയ്തേ. അപ്പോൾ ഗുളിക മേടിക്കണ കാര്യം പറയണേ. ഇപ്പോൾ ഇടയ്ക്ക് എന്നോട് ചേട്ടായി ചോദിച്ചു നീ ഗുളിക കഴിക്കണില്ലേ, മേടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഗുളിക ഉണ്ട്, ഗുളിക മേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ ഈ തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, ജീവിക്കുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്ന ആ വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടിയിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു, മാതാവേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്ന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ച് ഒരാഴ്ച കഴിയണേക്ക് മുമ്പ് തന്നെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടി ഉണർത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അന്നേരം ഉറക്കത്തിലാണെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റുമോ മാതാവാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. മാതാവ് നീല അങ്കി ഞാൻ കാണുകയൊക്കെ ചെയ്തു, നീല നിറത്തിൽ ഞാൻ കാണുകയൊക്കെ ചെയ്തു. അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാക്ഷ്യത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടിട്ടുമില്ല, അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, എന്നോട് ചോദിച്ചു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നോർമലാണ്. 14 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു കടുകുമണി പോലെ ചെറിയൊരിതേ കാണുന്നുള്ളൂ, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നതാ ചെയ്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഡോക്ടറെ, മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ്, ഞാൻ നേർന്നതാണ്, സാക്ഷ്യം പറഞ്ഞോളാന്ന്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ടൊന്ന് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റിപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കിന്ന് മാതാവിൻ്റെ ഈ സന്നിധിയിൽ നിൽക്കാൻ ഞാൻ അനുവദിച്ചത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട,
അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഗുളിക കഴിച്ചിട്ട് 2 വർഷത്തോളമായി, ഞാൻ ഗുളിക തൊടുന്നില്ല, കഴിക്കുന്നുമില്ല ഡോക്ടറെ. ഗുളിക കഴിക്കാതെയാണോ ഇത് മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഇത് ഗുളിക കഴിക്കാതെ തന്നെയാണ് മാറിയത്. ഞാൻ തൈലം തൊടുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഞാനിത് ഇപ്പോഴും ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല, ഇനി ഞാൻ കഴിക്കുന്നുമില്ല. കാരണം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ദിവസവും ഞാൻ കുർബാന മുടക്കാറില്ല, കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത, എനിക്ക് നടുവിന് പ്രശ്നമുള്ളതാണ്. പക്ഷേ ഈ ഉടമ്പെടുത്തതിന് ശേഷം എനിക്ക് മരുന്ന് അങ്ങനെ കഴിക്കേണ്ടി വന്നു. മറ്റേത് എന്നും ആസ്പത്രിയിലായിരുന്നു, എന്നും അതെ, ഒന്നിക്കൊന്നരാടെ ഞാൻ ആസ്പത്രി കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഗുളികയൊന്നും കഴിക്കുന്നില്ല. ദേവാലയത്തിൽ പോകാൻ വിശുദ്ധ കുർബാന ആത്മാർത്ഥമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് കുംസാരം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധസദനത്തിൽ പോയി മാതാപിതാക്കളോട് കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. തുണി കഴുകുക, റൂം അടിച്ചു വാരി തുടയ്ക്കുക, അവരെ കുളിപ്പിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ കൊടുക്കാറുണ്ട്, അല്ലാതെ ആസ്പത്രികളിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് ഭയങ്കര അലസതയായിരുന്നു. പ്രാർത്ഥിക്കണം എന്ന് പറച്ചിലല്ലാതെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപം കൂടുതലാണ്. ഒന്ന് പറഞ്ഞ് 2-ാം വാക്കിനെ എടുത്ത് ചാടും. ഈ കാര്യമൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് തൈറോയ്ഡുള്ളവർക്ക് ദേഷ്യം കൂടുതലാണ്. പക്ഷേ തൈറോയിഡിൻ്റെ ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ ചോദിക്കുന്ന വഴിയൊന്നും ഞാൻ തമ്പുരാനോട് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയുടെ വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നതെങ്കിലും അമ്മയുടെ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും എന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥതയോടുള്ളൊരു പ്രാർത്ഥനയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലണ സമയത്താണെങ്കിലും എപ്പോഴും ഉറക്കം തൂങ്ങിയേ ചെല്ലുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി.